ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. വൈകുന്നേരം ചായക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ ഏറ്റവും കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. റെഡിയാക്കി എടുക്കാനായിട്ട് നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിലേക്ക് ഒരു അര കപ്പ് കപ്പലണ്ടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വറുക്കാത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചീനച്ചട്ടിയിൽ വെച്ച് നല്ലോണം തന്നെ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വറുത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാഷ്നട്ട് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഒരു അര കപ്പാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വലിയ ചൂടൊക്കെ ഒന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് റാഗി പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പ് റാഗി പൗഡർ എടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി നമ്മുടെ റാഗിയിലേക്ക് പതുക്കെ ഒന്നും കൂടി ചൂട് കയറി വരുന്നവരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ചൂടായ പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായി വന്നോളും, ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രമായിട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ മധുരം ചേർക്കുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുന്നത്. വെള്ളം ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെയാണ്. നമ്മുടെ പാനിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. കണ്ടതാ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതിനേക്കാളും ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ മാവ് ഇരിക്കാനായിട്ട്. നമ്മൾ അടയ്ക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ വേണം മാവ് ഇരിക്കാനായിട്ട്. വലിയ ചൂടൊക്കെ നാറിയിട്ടുണ്ട്. ഞാൻ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതേ പാനിൽ തന്നെയാട്ടോ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എടുത്ത് പിടിക്കാൻ പറ്റാവുന്ന ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. അപ്പൊ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതേപോലെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ബോൾ പോലെ എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കാം. കണ്ടതാ, ഈ ഒരു വലിപ്പത്തിൽ തീരക്കാനം കുറച്ച് ഒന്നും കൂടെ പരത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നോൺ സ്റ്റിക്കിന്റെ പാനിൽ വെച്ച് 2 വശം ഒന്നും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ലോണം തന്നെ കളറൊക്കെ ഒന്ന് മാറി, റാഗിയുടെ ആണെന്നുണ്ടെങ്കിലും ആ പച്ചമണമൊക്കെ നല്ലോണം ഒന്നുകൂടെ മാറി വരാൻ വേണ്ടിയിട്ടോ ഇതേപോലെ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ റാഗിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് ശരിക്കും വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക. 2 വശം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് പറ്റി കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ ചുട്ടെടുക്കാൻ നേരത്ത് നല്ലോണം വെള്ളമൊക്കെ വറ്റി ശരിക്കും ഡ്രൈ ആയതിനു ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു 4-5 എണ്ണത്തിൻ്റെ അടുത്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ ഒന്നും കൂടെ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം മാത്രം മതിയാവും. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് പരത്തിയത് കൊണ്ട് ഒരു 4-5 എണ്ണം വരെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ ചൂടൊക്കെ നാറിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ കൈ ഉപയോഗിച്ച് ആ തൊലിയൊക്കെ ഒന്നും കൂടെ കളഞ്ഞെടുക്കാം കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കാം. നമ്മൾ ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ റാഗിയുടെ മിക്സ് ആദ്യമേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ കറക്കിയെടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഒരുമിച്ച് ആദ്യമേ ചേർത്ത് ഒന്നും കൂടെ കറക്കിയെടുത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2 തവണയായിട്ട് മാത്രം നമ്മുടെ റാഗി കട്ട് ചെയ്ത് ചേർത്ത് ഒന്നും കൂടെ കറക്കി ഇതേപോലെ എടുത്താൽ മതി. ചെറിയ മിക്സിയുടെ ജാറാണെന്നുണ്ടെങ്കിൽ 2-3 തവണയായിട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്ത ബാച്ചായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും അതേപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് ശർക്കര നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് ഇതേപോലെ ഒന്നും കൂടി പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞും പോയില്ല, എന്നാൽ ചെറിയൊരു തെരുതെരുപ്പോട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത ശർക്കരയിൽ തന്നെ ചെറിയൊരു നനവുള്ളതുകൊണ്ട് വേറെ വെള്ളമോ നെയ്യോ ഓയിലോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഇതേപോലെ ചെറിയൊരു നനവ് രൂപത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം ഇതേപോലെ ചെറിയ ബോൾസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ചേരുവയിൽ നല്ല ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ആ ചുട്ടെടുക്കാൻ നേരത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഒന്ന് ഡ്രൈ ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ കണ്ടല്ലോ, ഞാനൊരു 2-3 മണിക്കൂറും കൂടി ഒന്ന് സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ നനവൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.